ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയ ഒരു മാസ്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം സാധാരണ നമ്മൾ വാങ്ങുന്ന മാസ്കിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ മാസ്കിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്യുന്നത്. അപ്പോൾ ബയോട്ടിക്സ് ലൈഫ് എന്നൊരു കമ്പനിയുടെ മാസ്കാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ എന്താ പറയുക, കുറച്ച് ഇങ്ങനത്തെ റിവ്യൂ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബയോട്ടിക്സ് ലൈഫിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മാസ്കിനെ പറ്റിയിട്ടുള്ള കുറേ റിവ്യൂസ് നമ്മൾ യൂട്യൂബിലെടുത്താൽ കാണും. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും താഴെ അറിയിക്കുക. അപ്പോൾ ഇതാണ് എന്താ പറയുക മാസ്ക്, ബയോട്ടിക്സ് ലൈഫിൻ്റെ ഫൈറ്റോഗാർഡ് B95 Pro എന്നതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് 7 ലെയർഡ് മാസ്ക് ആണ്. അപ്പോൾ 7 ലെയർ അൾട്രാ പ്രൊട്ടക്ഷൻ ആണ് ഈ മാസ്കിന്. അതുപോലെ തന്നെ ഹെർബൽ ഇൻഫ്യൂസ്ഡ് ആണ്. ഇതിൽ നീം, ടേമറിക്, തുളസി, സ്പിയർമിൻറ്റ് ഇതുപോലത്തെ കുറച്ച് ഹെർബ്സ് ഇങ്ങനെ ഇൻഫ്യൂസ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ വേൾഡ്സ് ഫസ്റ്റ് ഹെർബൽ ഇൻഫ്യൂസ്ഡ് മാസ്ക് ആണ്. പിന്നെ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി പൊല്യൂഷൻ ആണ്, വാഷബിൾ ആൻഡ് റീയൂസബിൾ മാസ്ക് ആണ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 7 ലെയേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെയേഴ്സിൻ്റെ പെർട്ടിക്കുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്മൂത്ത് സാറ്റിൻ ഫാബ്രിക് ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്, മോയ്സ്ചർ കൺട്രോൾ ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഫൈറ്റോ ആക്റ്റീവ് ഇൻഫ്യൂസ്ഡ് ലെയർ ആണ്, ഫോർ ആൻറ്റി മൈക്രോബിയൽ പ്രൊട്ടക്ഷൻ ആണ് ഈ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3rd, 4th, 5th, 6th, 7th ലെയറിനെ പറ്റിയൊക്കെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ മാസ്കിന് വാഷ് ചെയ്യാനുള്ള ലിക്വിഡും കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീയൂസബിൾ ആണ്. അപ് ടു 40 വാഷസ്, നമുക്ക് 40 ടൈംസ് ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വേറെ ഒരു മാസ്കിൽ ഇതുപോലത്തെ ഒരു പെർട്ടിക്കുലാരിറ്റി കാണാൻ പറ്റത്തില്ല. പിന്നെ നല്ലൊരു അരോമയും കൂടിയുണ്ട്. നമുക്ക് ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു വേറെ മാസ്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇട്ടാലൊരു സ്മെല്ലാണ് നമുക്കിങ്ങനെ കുറേ സമയമൊക്കെ ഇടുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിന് നല്ലൊരു എന്താ പറയുക ഹെർബൽസിൻ്റെ ഒക്കെ നല്ലൊരു അരോമയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, ഫൈറ്റോ ആക്റ്റീവ് ടു ഫൈറ്റ് ബാക്ടീരിയ ആൻഡ് വൈറസ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ലൊരു മാസ്ക് ആണെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഒരു സീലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതൊരു ചെറിയൊരു കവറിലാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് നമുക്ക് ആ കവറൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ കവർ പൊട്ടിച്ചാൽ ഈ മാസ്ക് ഇത് കാണുമ്പോൾ നമുക്ക് നോർമൽ മാസ്ക് ആണ്, ക്ലോത്ത് മാസ്ക് ആണ്. ആൻഡ് ഇതിൽ ബയോട്ടിക്സ് ലൈഫിൻ്റെ ആ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വലുപ്പമൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം 2 സൈഡിലും കൂടി. ആൻഡ് പിന്നെ ഇതിൽ പറയുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ വാഷും കൂടിയുണ്ട്. ഇത് നമ്മൾ മാസ്ക് വാഷ് ചെയ്യുന്ന ലിക്വിഡാണ്, നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റോഗാർഡ് B90 ഹെർബൽ മാസ്കിൻ്റെ വാഷാണ്. ഇത് 25 ml ബോട്ടിലാണ്. നമുക്കൊരു 40 ടൈംസ് വാഷ് ചെയ്യാനൊക്കെ ഇത് പറ്റും. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് ഞാൻ നോക്കട്ടെ. അത്യാവശ്യം നല്ലൊരു സ്മെല്ലും കൂടിയാണ്. ഓക്കെ. പിന്നെ ഈ ബോക്സിൽ നമുക്ക് കാണുന്നത് ഈ ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇതിൽ ബാക്ക് സൈഡിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാർഡും കൂടിയുണ്ട്, QR കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സ്കാൻ ചെയ്താൽ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ മാസ്കിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ബൈ.